ഹിയർ ദിസ് വേർഡ്. മലയാളത്തിൽ ആ വാക്യത്തിന്റെ അവസാന ഭാഗത്താ ഈ വചനം കേൾപ്പീൻ. ഈ വചനം കേൾപ്പീൻ. ഈ വാക്ക് ഹിയർ ദിസ് വേർഡ് എന്നുള്ള വാക്ക് 3-ാം അധ്യായം, 4-ാം അധ്യായം, 5-ാം അധ്യായം, ഈ 3 അധ്യായങ്ങളുടെയും ആദ്യത്തെ വാക്യത്തിൽ ഇതേ കാര്യമാണ് പ്രവാചകൻ ആവർത്തിച്ചു പറയുന്നത്. ഹിയർ ദിസ് വേർഡ്, ഈ വചനം കേൾപ്പീൻ, ഈ വചനം കേൾപ്പീൻ എന്ന് പറഞ്ഞാൽ ആ ജനത്തെ ക്ഷണിക്കുക. ഇസ്രായേൽ ജനമേ, വചനം കേൾക്കുക, വചനം കേൾക്കാൻ അവരെ ക്ഷണിക്കുക. എന്താ കാരണം എന്നറിയോ? ഇഗ്നോറൻസ് ടു ഗോഡ്സ് വേർഡ് ഈസ് ഡേഞ്ചറസ്. ദൈവത്തിന്റെ വചനത്തെ അവഗണിക്കുന്നത് അപകടമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചകൻ ആവർത്തിച്ച് ജനത്തോട് പറയാ, ദൈവത്തിന്റെ വചനത്തെ തള്ളിക്കളയല്ലേ, ദൈവത്തിന്റെ വചനത്തെ തള്ളിക്കളയരുത്. അത് ഞാൻ ഈ സന്ദേശത്തിന്റെ പ്രാരംഭത്തിൽ തന്നെ പറയട്ടെ, ഇന്ന് പൊതുവെ പലർക്കും ദൈവവചന ശുശ്രൂഷയും വചന പഠനം, വചന കേൾവി വലിയ താല്പര്യമില്ലാതെ പോകുന്ന ഒരു സമയമാ. നമ്മൾ തിരിച്ചറിയേണ്ട അതിപ്രധാനപ്പെട്ട പാഠം ഇവിടെയുണ്ട്. ദൈവവചനത്തോട് ഉഴപ്പിയ മനോഭാവമാണെങ്കിൽ, ദൈവവചനത്തെ ഇഗ്നോർ ചെയ്ത് കളയുന്ന, തള്ളിക്കളയുന്ന അനുഭവം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിക്കോണം, അത് അപകടത്തിലേക്കുള്ള ഒരു യാത്രയാ. അത് ക്രിസ്തീയ ജീവിതത്തിലെ അധപ്പതനത്തിന്റെ ആദ്യ പടിയാ. ചിന്തിച്ചാൽ മതി. വചന ശുശ്രൂഷയിൽ അടുത്തതായിട്ട് വചന ശുശ്രൂഷയാണെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ എന്തുവാ പോകുന്നത്? അധിക സമയം ഒന്നും കേട്ടിരിക്കാൻ ഇപ്പൊ എന്തോ ഇല്ല, താല്പര്യമില്ല. വ്യക്തിപരമായ വചന പഠനം, വചന കേൾവി നോട്ട് ഇൻട്രസ്റ്റിംഗ്, വലിയ താല്പര്യമില്ല. അത് ഒന്നാമത്തെ സൈനാണ്, അപകടത്തിലേക്ക് പോകുന്നതിന്റെ അടയാളമാണ്. അതാണ് പ്രവാചകൻ വിളിച്ചു പറഞ്ഞത്, ഈ വചനം കേൾക്കാതിരുന്നാൽ ഇസ്രായേലിലെ ദൈവം നിങ്ങളെ എതിരേറ്റ് ന്യായം വിധിക്കാൻ വരും. ഗൗരവത്തോടെ നമ്മൾ കേൾക്കേണ്ടതാണ്. ഈ കാലഘട്ടത്തിൽ വചന ശുശ്രൂഷയെ വേദികളിൽ നിന്ന് മാറ്റിക്കളഞ്ഞ് സത്യവചനത്തെ പ്രസംഗിക്കാനും കേൾക്കാനും ജനത്തിന് താല്പര്യമില്ലാതെ പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ്, വചനത്തെ നമ്മൾ തള്ളിക്കളഞ്ഞാൽ അപകടത്തിലേക്ക്, ന്യായവിധിയിലേക്ക് നടന്നെടുക്കുകയാണെന്ന് നമ്മൾ മറന്നു പോകരുത്.